കഥയെ ആരംഭിക്കുന്നത് 16 വയസ്സുകാരൻ മാക്സിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. മാക്സ് എന്ന ഒരു സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് വന്നിരിക്കുകയായിരുന്നു. മാക്സിന് ഒരു സ്ട്രേഞ്ച് കണ്ടീഷൻ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ അവന്റെ മുഖം അത്രമേൽ പ്രസന്നമായ ഒന്നാണ്. ഒരു മാലാഖയുടെ രൂപം പോലെ അത്രമേൽ മനോഹരമായ ഒന്ന്. അവന്റെ മുഖം കാണുന്ന ആരും ആ ഒരു നിമിഷത്തിൽ മരണപ്പെട്ടു പോകും. അതുകൊണ്ട് തന്നെ മുഖം മുഴുവൻ ഒരു വൈറ്റ് ബാൻഡേജ് വെച്ച് മറിച്ചിട്ടായിരുന്നു അവൻ നടന്നുകൊണ്ടിരുന്നത്. അവൻ തന്റെ കണ്ടീഷനെ പറ്റി സൈക്യാട്രിസ്റ്റിനോട് വിശദീകരിച്ചു. താൻ ജനിച്ചപ്പോൾ മുതൽ തനിക്ക് ഈ കണ്ടീഷൻ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നായിരുന്നു അവൻ പറഞ്ഞു തുടങ്ങിയത്. കാര്യം സത്യവുമായിരുന്നു. മാക്സ് ജനിച്ചു വീണപ്പോ അവന്റെ ഡെലിവറി എടുത്ത ഡോക്ടേഴ്സും നേഴ്സസും അവന്റെ മുഖം കണ്ട് ആ നിമിഷം മരണപ്പെട്ട് വീഴുകയായിരുന്നു. പക്ഷേ അത് വേദനയാർജിച്ച് അങ്ങനെ മരണപ്പെടുന്ന ഒരു മരണമല്ല. എല്ലാവരും അവന്റെ മുഖം കണ്ട് ഏറെ സന്തോഷത്താൽ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ട് മരണം സംഭവിക്കുന്നതായിരുന്നു. അവരുടെ ആ സന്തോഷം ഹോർമോൺസിന്റെ ഒരു സർജ് തന്നെ തീർക്കും. അങ്ങനെയായിരുന്നു അവർ മരണത്തിലേക്ക് എത്തിക്കപ്പെടുന്നതും. ഇങ്ങനെയൊക്കെയാണെങ്കിലും അവന്റെ മുഖം കണ്ടാൽ ഒന്നും സംഭവിക്കാത്ത രണ്ടുപേരും ഈ ലോകത്തുണ്ട്. അതവന്റെ പാരന്റ്സ് ആണ്. മകൻ ജനിച്ചതിൽ പിന്നെ ഇത്തരം കാര്യങ്ങൾ തുടർച്ചയായപ്പോ അവന്റെ പാരന്റ്സിന് മകനുമായി ഒറ്റപ്പെട്ട ഒരിടത്തേക്ക് മാറേണ്ടി വന്നു. അവനെ പ്രൊട്ടക്ട് ചെയ്യാനും മറ്റു കുട്ടികളെ രക്ഷപ്പെടുത്താനും പാരന്റ്സ് അവന് ഹോം സ്കൂളിംഗ് ആയിരുന്നു നൽകിയിരുന്നത്. ചെറുപ്പം തൊട്ടേ അവന്റെ മുഖത്ത് ബാൻഡേജ് അവർ വെച്ചുകെട്ടിയിരുന്നു. പക്ഷേ ഇത് മറ്റൊരു രീതിയിൽ മാക്സിനെ അഫക്റ്റ് ചെയ്തു. അവൻ ഏകാന്തതയിൽ പെട്ടുപോയി. അവന് ഫ്രണ്ട്സ് എന്ന് പറയാനും മറ്റും അധികമാരും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവൻ പറഞ്ഞ കാര്യങ്ങളൊന്നും വിശ്വസിക്കാൻ അവന്റെ മുമ്പിലിരുന്ന സൈക്യാട്രിസ്റ്റ് തയ്യാറായില്ല. ഒരു പണി ചെയ്യ്, നിന്റെ ആ മാസ്കും കണ്ണാടിയും ഒക്കെ ഒന്നങ്ങ് മാറ്റിക്കേ, ഞാൻ നോക്കട്ടെ എന്ന മട്ടിലായി സൈക്യാട്രിസ്റ്റ്. ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ അവൻ അത് ചെയ്തു. അവന്റെ മുഖം കണ്ടതും സൈക്യാട്രിസ്റ്റും മരണത്തിന് കീഴടങ്ങി. അധികം വൈകാതെ അങ്ങോട്ടേക്ക് പോലീസും വന്നു. പക്ഷേ മുഖം കാണിച്ചതിന്റെ പേരിൽ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അവനെ അവർ വെറുതെ വിട്ടു. വീട്ടിലേക്ക് അന്നവർ തിരികെ എത്തി. അപ്പോഴായിരുന്നു മാക്സിന്റെ ഒരേ ഒരു സുഹൃത്ത് ഡാൻ അവനെ കാണാൻ വരുന്നത്. മാക്സിന്റെ പാരന്റ്സ് ഡാനിനോട് സംസാരിച്ചു. മാക്സ് ഇങ്ങനെ ഒറ്റയ്ക്ക് മുമ്പോട്ട് പോയാൽ ശരിയാവില്ല. അവനെ ഏതെങ്കിലും ഡേറ്റിംഗ് ആപ്സിലൊക്കെ രജിസ്റ്റർ ചെയ്ത് ഡേറ്റിംഗിന് പോവാൻ നീയൊന്ന് സഹായിക്ക്. എന്തായാലും വന്ന് മാക്സും ഡാനും ഒന്നിച്ച് സംസാരിക്കാനിരുന്നു. ഒരു ഇഷ്ടിക ഡാനിന്റെ കയ്യിലേക്ക് കൊടുത്ത് തന്റെ മുഖം മടിച്ചു പരത്തി വിരൂപമാക്കാനും അങ്ങനാണെ പിന്നെ മറ്റാർക്കൊന്നും സംഭവിക്കില്ലായിരിക്കും എന്ന മട്ടിൽ മാക്സ് ഡാനിനോട് പറഞ്ഞു. ഉടൻ വന്നു ഡാന്റെ മറുപടി, അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ലെന്ന് നമ്മൾ മുമ്പ് പരീക്ഷിച്ച് പരാജയപ്പെട്ട് മനസ്സിലാക്കിയതല്ലേ. ചുറ്റിക കൊണ്ടുവരെ അടിച്ചതാ, ഒരു ഗുണവും ഉണ്ടായില്ല. പക്ഷേ മാക്സ് നിർബന്ധം പിടിച്ചു. ഒടുവിൽ ഇഷ്ടിക കൊണ്ട് അവന്റെ മുഖത്തിട്ട് ഡാൻ ഇടിച്ചു. മൂക്ക് പൊട്ടി ചോര വന്നതല്ലാതെ മറ്റൊന്നും തന്നെ സംഭവിച്ചില്ല. എന്തായാലും തന്റെ സുഹൃത്തിന്റെ ദുഃഖം ഡാനിന് മനസ്സിലാവുമായിരുന്നു. മാക്സിന് വേണ്ടി അവനൊരു ഡേറ്റിംഗ് ആപ്പിൽ കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്ത് ഒരു ഡേറ്റ് തന്നെ അറേഞ്ച് ചെയ്തു. അതും വാലന്റൈൻസ് ഡേക്കായിരുന്നു അത്. അങ്ങനെ മാക്സ് തന്റെ ആദ്യത്തെ ഡേറ്റിന് പോയി. ഇറക്ക എന്നൊരു പെൺകുട്ടിയായിരുന്നു മാക്സിനെ കാണാൻ എത്തിയിരുന്നത്. പക്ഷേ ബാൻഡേജ് ചുറ്റിയ മാക്സിന്റെ മുഖമൊന്നും ഇറക്കയ്ക്ക് തീരെ അങ്ങ് പിടിച്ചില്ല. പക്ഷേ ഇറക്കയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കുകയും അവളോട് നന്നായി സംസാരിച്ച് അവളുടെ ഹൃദയത്തിൽ കയറി പറ്റാനൊക്കെ മാക്സ് ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഇറക്കയ്ക്കാണെങ്കിൽ അതിലൊന്നും വലിയ താല്പര്യം തോന്നുന്നില്ല. അവരങ്ങനെ അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇറക്കയുടെ എക്സ് ബോയ് ഫ്രണ്ട് ഗ്രെഗ് അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. ഗ്രെഗ് കുറച്ച് പ്രശ്നക്കാരനായിരുന്നു. മാക്സിന്റെ രൂപത്തെ നല്ല തോതിൽ ഗ്രെഗ് കളിയാക്കുന്നുണ്ട്. പോരാത്തതിന് ഇറക്കയുമായി അവൻ ഡേറ്റ് ചെയ്യുന്നു എന്ന ദേഷ്യം കൊണ്ടാകണം അവരുമായി ഒരു ഏറ്റുമുട്ടൽ തന്നെ ഗ്രെഗ് നടത്തി. എല്ലാവരുടെയും മുമ്പിൽ മാക്സ് എന്ന അപമാനിതനായെങ്കിലും അവനതൊന്നും കാര്യമാക്കിയില്ല. ഇറക്കയെ മറ്റൊരു ദിവസം കാണാം എന്ന മട്ടിൽ അവൻ ഇറക്കയോട് പറഞ്ഞപ്പോ തനിക്കതിന് താല്പര്യമില്ലെന്ന് പറഞ്ഞ് ഇറക്ക പോവുകയായിരുന്നു ചെയ്തത്. മാക്സ് അതോടെ ആകെ തകർന്നുപോയി. അതോടെ എല്ലാം കൊണ്ടും തനിക്കിനി ജീവിക്കണ്ട എന്ന് തോന്നിയ മാക്സ് ആത്മഹത്യ ചെയ്യാൻ അവിടെയുള്ള ഒരു പാലത്തിലേക്ക് ചെന്നു. പാലത്തിൽ നിന്ന് ചാടുവാൻ അവൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അങ്ങോട്ടേക്ക് അലക്സ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കടന്നു വരുന്നത്. അലക്സ് മാക്സിനെ പിന്തിരിപ്പിക്കാൻ വേണ്ടി അവനോട് സംസാരിക്കാൻ തുടങ്ങി. ഈ പാലത്തിൽ നിന്ന് ചാടിയാലൊന്നും നീ ചാവില്ലാട്ടോ. ചാവാൻ ഉദ്ദേശിച്ച ചാടുന്നതെങ്കിൽ കുറച്ച് വലിയൊരു പാലത്തിൽ നിന്ന് ചാടാൻ നോക്ക്. പിന്നെ നീ ചാടിയാ നിന്നെ രക്ഷിക്കാൻ പുറകെ ഞാനും ചാടും. എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത പണി എന്ന മട്ടിലൊക്കെ അലക്സ് അവനോട് സംസാരിച്ചുകൊണ്ടിരുന്നു. എന്തായാലും ആ സംസാരത്തിൽ അലക്സിനോട് മനസ്സ് തുറക്കാൻ മാക്സിന് അവസരം ലഭിച്ചു. മാക്സ് തന്റെ പ്രശ്നങ്ങളെപ്പറ്റിയും ഒരു സാധാരണ ജീവിതം ജീവിക്കാനുള്ള തന്റെ കൊതിയെപ്പറ്റിയുമൊക്കെ അലക്സിനോട് പറയുകയാണ്. മാക്സ് വല്ലാതെ ഡിപ്രസ്ഡ് ആണെന്ന് മനസ്സിലാക്കിയതും ഒരു തരത്തിൽ അവനെ ആശ്വസിപ്പിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയ അലക്സ് താൻ വോളണ്ടിയറായി ജോലി നോക്കുന്ന ഒരു റിട്ടയർമെന്റ് ഹോമിലേക്ക് അവനെയും കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വെച്ച് തന്റെ അവിടുത്തെ സുഹൃത്തുക്കളെ അലക്സ് മാക്സിനെ പരിചയപ്പെടുത്തി കൊടുത്തു. ആദ്യത്തെയാൾ എസ്തർ എന്ന അൾഷിമേഴ്സ് ബാധിച്ച ഒരു രോഗിയായിരുന്നു. പ്രായമേറിയ അവർ ഒരു നോവൽ എഴുതാൻ ശ്രമിക്കുന്നുണ്ട്. അലക്സ് ആണ് അതിന് സഹായിക്കുന്നത്. അടുത്തയാൾ റോസ്മേരി ആയിരുന്നു. റോസ്മേരിക്ക് മാരകമായ ഒരു അസുഖമുണ്ട്. അന്ന് റോസ്മേരിക്കും എസ്തറിനുമൊപ്പം അവർ ഒരുപാട് സമയം ചെലവഴിച്ചു. ഒന്നിച്ചുള്ള സംസാരവും അതിലെ തമാശകളും മറ്റും
മാക്സിന്റെ മൂഡ് തന്നെ മാറ്റിയിരുന്നു. അന്നങ്ങനെ അലക്സിനൊപ്പമായിരുന്നു അവൻ പുറത്തേക്ക് പോകുന്നതും. സന്തോഷത്തിൽ വീണ്ടും മീറ്റ് ചെയ്താലോ എന്ന മട്ടിൽ അലക്സിനോട് അവൻ ചോദിച്ചെങ്കിലും അലക്സ് അത് വേണ്ടെന്ന് പറഞ്ഞു. മാക്സിന് വല്ലാത്ത നിരാശ തോന്നി. അടുത്ത ദിവസം ഡാനിനോട് മാക്സ് അലക്സിനെ പറ്റി പറഞ്ഞു. അവളെ കാണാനുള്ള തന്റെ ആഗ്രഹത്തെ പറ്റിയും അറിയിച്ചു. അതിനൊരു വഴിയേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം നിങ്ങൾ രണ്ടാളും നേരിട്ട് കണ്ടില്ലേ, അതേ ഇടത്ത് പോയി നീ കാത്തു നിൽക്ക്. അവൾ ആ വഴിയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ എന്തായാലും നിനക്ക് കാണാൻ പറ്റും. ഡാന്റെ ഉപദേശം മാക്സ് മനസ്സാ ചെവി കൊണ്ടു. അന്നത്തെ ആ ബ്രിഡ്ജിന് സമീപമുള്ള ബസ് സ്റ്റോപ്പിൽ പോയി മാക്സ് കാത്തുനിന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോ അലക്സ് അങ്ങോട്ടേക്ക് വന്നു. വീണ്ടും അവർ കണ്ടുമുട്ടുകയാണ്. മാക്സ് എന്ന് അലക്സിനോട് സംസാരിച്ചു. അവളുടെ കൂടെ കുറച്ചു സമയം ചെലവഴിക്കാൻ ആഗ്രഹമുള്ള കാര്യം അറിയിച്ചു. അലക്സും മനസ്സില്ലാ മനസ്സോടെ അതിന് ഓക്കെ പറഞ്ഞു. അവരൊന്നിച്ച് ഒരു ഷോപ്പിൽ പോയി കുറേയധികം മിഠായികൾ വാങ്ങി. മാക്സിന് പണ്ട് തൊട്ടേ ഒരാഗ്രഹമുണ്ടായിരുന്നു. മിഠായികൾ മുഴുവൻ ഒരു ബാത്ടബിൽ കൊണ്ടുചെന്നിട്ട് അതിൽ കിടന്ന് കുളിക്കുക എന്നതായിരുന്നു ആ ആഗ്രഹം. മാക്സിന്റെ ആഗ്രഹം പൂർത്തീകരിക്കാൻ അലക്സും കൂടെ നിന്നു. ക്യാൻഡി ഒരു ബാത്ടബിലിട്ട് അതിലിറങ്ങി കുളിക്കുന്ന പോലെ അവർ കിടന്നു. അന്നു മുതൽ അവരിലെ ബോണ്ടിങ് ആരംഭിക്കുകയായിരുന്നു. അവിടെ അങ്ങനെ നിന്ന് സംസാരിക്കുമ്പോ മാക്സ് അവളോട് തന്റെ റെയർ ആയിട്ടുള്ള കണ്ടീഷനെ പറ്റി പറഞ്ഞു. പക്ഷേ അത് കേട്ടിട്ടും അലക്സിന് വലിയ കുലുക്കമൊന്നും ഉണ്ടായിരുന്നില്ല. ആ സമയമാണ് അലക്സ് തന്റെ റെയർ ആയിട്ടുള്ള കാർഡിയോ വാസ്കുലാർ അസുഖത്തെ പറ്റി പറയുന്നത്. അതായത് അവൾക്ക് ഇമോഷൻസ് ഒന്നും കാണിക്കാനോ അനുഭവിക്കാനോ സാധിക്കില്ല. അതിനെതിരെയുള്ള മരുന്ന് അവൾ എടുക്കുന്നുണ്ട്. എന്തെങ്കിലും ഇമോഷൻസ്, അതിപ്പോ സന്തോഷമായാലും സങ്കടമായാലും ദേഷ്യമായാലും ജലസി ആയാൽ കൂടിയും അത് അവളുടെ ഹൃദയത്തെ വല്ലാതെ ബാധിക്കും. അത് വലുതാവാനും ഒരുപക്ഷെ പ്രവർത്തനരഹിതമാവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവളുടെ ഹാർട്ട് മോണിറ്റർ ചെയ്യാൻ ഒരു ഡിവൈസ് എപ്പോഴും അവൾ ധരിച്ചിട്ടാണ് നടക്കുക. അവളുടെ കണ്ടീഷൻ പക്ഷേ അപ്പോൾ സ്റ്റേബിൾ ആയിരുന്നു. നിലവിൽ ഒന്നും തന്നെ പേടിക്കാനുമില്ല. ദിവസങ്ങൾ മുമ്പിലേക്ക് പോയിക്കൊണ്ടിരുന്നു. ഇരുവരും പരസ്പരം അവരുടെ കമ്പനി എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവരൊന്നിച്ചൊരു സിനിമയ്ക്ക് പോയി. പിന്നീട് കുറച്ച് മദ്യപിക്കുകയും മറ്റും ചെയ്തു. തിരികെ പോരുമ്പോൾ മാക്സ് തന്റെ മുറിയിലേക്ക് അലക്സിനെ ക്ഷണിച്ചു. അലക്സും അവന്റെ കൂടെ മുറിയിലെത്തി. ആ സമയത്താണ് അവന്റെ ജാക്കറ്റിലുണ്ടായിരുന്ന ഡിവൈസിനെ പറ്റിയും ആ ലൈറ്റിനെ പറ്റിയും മാക്സ് ചോദിക്കുന്നത്. ആ ലൈറ്റ് കത്തിയാൽ പ്രശ്നമാണെന്നും അതൊരു ഡേഞ്ചറസ് ഇൻഡിക്കേറ്ററാണ്, എന്റെ ആരോഗ്യാവസ്ഥ മോശമാകുന്നു എന്നാണ് അതിന്റെ അർത്ഥം എന്നും അലക്സ് എക്സ്പ്ലെയിൻ ചെയ്തു. അവരങ്ങനെ സ്നേഹസല്ലാപത്തിൽ ഇടപഴകുമ്പോൾ പെട്ടെന്ന് അലക്സ് മാക്സിന്റെ കണ്ണടയൂരി അവന്റെ കണ്ണിലേക്ക് നോക്കി. അലക്സിന് വല്ലതും പറ്റുമോ എന്ന് മാക്സ് ഭയന്നിരുന്നു. പക്ഷെ അവൾക്കൊന്നും തന്നെ സംഭവിച്ചില്ല. ഞെട്ടിച്ചാടി എഴുന്നേറ്റ് കണ്ണട വാങ്ങി അത് വെച്ചിരിക്കുകയായിരുന്നു മാക്സ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് മാക്സിന്റെ അച്ഛനും അമ്മയും വരുന്നത്. തന്റെ മകനെ ഒരു പെൺകൊച്ചിന്റെ ഒപ്പം കണ്ട് അവർക്ക് വലിയ സന്തോഷം തോന്നി. അവരങ്ങോട്ടേക്ക് വന്നപ്പോ അങ്ങോട്ടേക്ക് എത്തിയിരുന്ന ഒരു എക്സ്ചേഞ്ച് സ്റ്റുഡന്റ് ആയ യാഷിനെയും കൊണ്ടുവന്നിരുന്നു. യാഷിനി പഠനം തീരുന്നവരെ അവരുടെ കൂടെ അവരുടെ വീട്ടിലുണ്ടാകും എന്ന് പാരന്റ്സ് മാക്സിനോട് പറഞ്ഞു. മാക്സിനോട് അവളോട് സൗഹൃദത്തിലാവാനും പാരന്റ്സ് ആവശ്യപ്പെട്ടെങ്കിലും മാക്സിന് അതിലൊന്നും തീരെ താല്പര്യം തോന്നുന്നുണ്ടായിരുന്നില്ല. അടുത്തൊരു ദിവസം മാക്സും അലക്സും ഡാനിന്റെ ഗേൾഫ്രണ്ടും ഒന്നിച്ച് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തു. കാട്ടിൽ ഒരു ക്യാമ്പിന് പോകാം എന്നതായിരുന്നു അവരുടെ പദ്ധതി. അങ്ങനെയാണെങ്കിൽ യാഷിനെയും കൊണ്ടുപോക്കോ എന്ന് മാക്സിന്റെ പാരന്റ്സ് പറഞ്ഞു. മാക്സിനാണെങ്കിൽ അതിൽ വലിയ താല്പര്യമൊന്നും തോന്നിയില്ല. ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ അവൻ അതിന് ഓക്കെ അറിയിച്ചു. വൈകാതെ അവരവരുടെ ട്രെക്കിംഗ് ആരംഭിച്ചു. കാടിനുള്ളിലൂടെ നടക്കുമ്പോ അലക്സിന്റെ കയ്യിൽ ഒരു മുറിവുണ്ടായി. മാക്സ് വേഗത്തിൽ അവളുടെ അടുത്ത് ചെന്ന് മുഖം ചുറ്റിക്കെട്ടി അവന്റെ ബാൻഡേജിൽ നിന്ന് കുറച്ചു ഭാഗം മുറിച്ചെടുത്ത് അവളുടെ കൈവച്ച് കെട്ടി. മാക്സിന്റെ ഈ സ്നേഹവും കരുതലും ഒക്കെ അലക്സിന്റെ മനസ്സിനെ തൊടുന്നുണ്ടായിരുന്നു. കാര്യം അവളിൽ അത് ഇമോഷൻ കൊടുക്കുന്നുണ്ടെങ്കിലും അവളുടെ ഹൃദയത്തെ സംബന്ധിച്ച് അതത്ര നല്ല കാര്യമായിരുന്നില്ല. അപകടം സൂചിപ്പിക്കുന്ന ലൈറ്റ് മിന്നിക്കത്താൻ മറ്റും ആരംഭിച്ചു. അതവൾ വിദഗ്ധമായി മാക്സിൽ നിന്നും മറ്റും മറച്ചു പിടിക്കുകയും ചെയ്തു. രാത്രിയിൽ അവർ ബോൺഫയർ സെറ്റ് ചെയ്ത് ക്യാമ്പിലായി കൂടാൻ ആരംഭിച്ചു. രാത്രിയിൽ അങ്ങനെ ഇരുന്ന് സംസാരിച്ചിരിക്കെ മാക്സിന്റെ മുഖം കാണാനുള്ള, മുഖം അറിയാനുള്ള തന്റെ താല്പര്യത്തെപ്പറ്റി അലക്സ് മാക്സിനോട് പറഞ്ഞു. മാക്സ് പെട്ടെന്നതിനൊരു വഴി കണ്ടെത്തി. ഒരു ബ്ലാങ്കറ്റ് എടുത്ത് അവൻ രണ്ടുപേരെയും മൂടി. പിന്നാലെ അവളോട് കണ്ണുകൾ അടയ്ക്കാൻ പറഞ്ഞു. തന്റെ ബാൻഡേജ് അയച്ച് അവളുടെ കണ്ണുകൾ അവൻ കെട്ടി നിർത്തി. പിന്നാലെ അവളുടെ കൈകൊണ്ട് തന്റെ മുഖത്ത് സ്പർശിച്ച് ഒക്കെ മനസ്സിലാക്കാൻ അവളെ അനുവദിച്ചു. ആ നിമിഷം അതൊരു റൊമാൻറ്റിക് മൊമെന്റായി ഉടലെടുത്തു. അടുത്തു വന്ന അലക്സ് മാക്സിനെ ചുംബിച്ചു. അടുത്ത ദിവസം മാക്സും അലക്സും ഒരു വിവരമറിഞ്ഞ് അലക്സ് ജോലി നോക്കുന്ന റിട്ടയർമെന്റ് ഹോമിലേക്ക് എത്തി. മാരകരോഗത്തിന് അടിമപ്പെട്ടിരുന്ന
ബന്ധപ്പെട്ടിരുന്ന റോസ്മേരി മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ജീവൻ രക്ഷാ ഉപകരണങ്ങളും മറ്റും അവരുടെ ശരീരത്തിൽ പിടിപ്പിച്ചിട്ടുണ്ട്. വേദന കൊണ്ട് അവർ കഷ്ടപ്പെടുകയാണ്. റോസ്മേരി അങ്ങനെ ബുദ്ധിമുട്ടുന്നത് കണ്ട് അലക്സിനെ സഹിക്കാൻ സാധിച്ചില്ല. പക്ഷെ ആ ഫീലിങ്സ് അവളുടെ ഹൃദയത്തിനും നല്ലതല്ലല്ലോ. അവളുടെ മൂക്കിൽ നിന്ന് രക്തം കിനിഞ്ഞു. അതാരും ശ്രദ്ധിക്കാതിരിക്കാൻ അവൾ വേഗം അവിടെ നിന്ന് മാറി. അധികം വൈകാതെ മാക്സ് അവളുടെ അടുത്തേക്ക് എത്തി. അലക്സ് തന്റെ ഉള്ളിലെ ഫീലിങ്സ് അവനോട് സംസാരിച്ചു. റോസ്മേരി തന്റെ ജീവന് വേണ്ടി മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്. നഴ്സിംഗ് ഹോം ആകട്ടെ അവരുടെ ജീവൻ തിരിച്ചുപിടിക്കാൻ വേണ്ടി പരമാവധി ചെയ്യുന്നുണ്ട്. പക്ഷേ റോസ്മേരി ഇനി ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ആ വേദനയിൽ നിന്ന് അവരെങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതി. ഒരുപാട് ഉപകരണങ്ങളുടെ സഹായത്തോടെയുള്ള വേദന നിറഞ്ഞ ആ ജീവിതം, അതിലും നല്ലത് ഒരുപക്ഷെ മരണമായിരിക്കാം. പെട്ടെന്ന് ഒന്നോർത്ത് അലക്സ് അവനോട് പറഞ്ഞു, റോസ്മേരിക്ക് മുമ്പിൽ ചെന്ന് നിന്റെ മുഖം നിനക്ക് അവരെ കാണിക്കാൻ സാധിക്കുമോ? അവർക്ക് പിന്നെ ഒരുപാട് വേദനയോടെ ജീവിക്കേണ്ടി വരില്ലല്ലോ. സന്തോഷത്തോടെ ഈ ലോകം വിട്ട് യാത്രയാകാം. ആദ്യം മാക്സ് അതിന് സമ്മതിച്ചില്ലെങ്കിലും അതിനെപ്പറ്റി കുറേയധികം ആലോചിച്ചപ്പോൾ അലക്സ് പറയുന്നതിലും കാര്യമുണ്ടെന്ന് അവന് തോന്നി. ഒടുവിൽ അവൻ അതിന് സമ്മതം അറിയിച്ചു. റോസ്മേരിക്ക് മുമ്പിൽ ചെന്ന് റോസ്മേരിയോട് സംസാരിച്ച് റോസ്മേരിയിൽ നിന്നും അനുവാദവും വാങ്ങി തന്റെ മുഖം അവൻ റോസ്മേരിയെ കാണിച്ചു. ഏറെ സന്തോഷത്തോടെ റോസ്മേരി ഈ ലോകം വിട്ട് യാത്രയായി. പിന്നീട് അങ്ങോട്ടേക്ക് അലക്സിന്റെയും മാക്സിന്റെയും ജീവിതം, അവർ തമ്മിലുള്ള അടുപ്പം, അവരുടെ പ്രണയം ഒക്കെയും വലുതായിക്കൊണ്ടേയിരുന്നു. ഒരു ഘട്ടത്തിൽ മാക്സ് കുറേയധികം മെസ്സേജ് അലക്സിന് അയച്ചിട്ടും റിപ്ലൈ ഒന്നും വരുന്നുണ്ടായിരുന്നില്ല. കുറച്ചു ദിവസം കഴിഞ്ഞും അലക്സിനെ പറ്റി ഒരു അറിവുമില്ലാതായതോടെ അവളുടെ ഇടത്ത് ചെന്ന് അന്വേഷിക്കാൻ മാക്സ് തീരുമാനിച്ചു. അങ്ങനെ അവൻ അവളുടെ ഇടത്തേക്ക് എത്തി. അപ്പോഴാണ് ചികിത്സയിൽ റെസ്റ്റിൽ കഴിയുന്ന അലക്സിനെ അവൻ കാണുന്നത്. കാര്യം എന്തെന്നാൽ ഡോക്ടർ അവളുടെ മരുന്നിന്റെ അളവ് ഇരട്ടിയാക്കിയിരുന്നു. അതുകൊണ്ട് എപ്പോഴും റെസ്റ്റിലാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി അവളുടെ ഹൃദയത്തിന്റെ വലിപ്പം കൂടി വന്നിരിക്കുകയാണത്രേ. മാക്സിന് ഒരുപാട് ദുഃഖം തോന്നി. ഒരുപക്ഷെ അവർ ഒരുപാട് കാണുന്നത് കൊണ്ടും അവർക്കിടയിലെ ഇമോഷൻസ് മാറി മറിയുന്നത് കൊണ്ടായിരിക്കും അലക്സിന് അത്തരത്തിൽ വന്നത് എന്ന മട്ടിൽ അവൻ സ്വയം കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു. അലക്സിനടുക്കൽ മാക്സ് തുടർന്ന് സംസാരിച്ചു. അവൾക്ക് വേണ്ടി താൻ എന്തെങ്കിലും ചെയ്തു തരേണ്ടതുണ്ടോ എന്ന് അവൻ തിരക്കി. അന്ന് അവളുടെ ഒരു സ്കൂൾമേറ്റിന്റെ ഡാൻസ് പാർട്ടി ഉണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് തന്നെ കൊണ്ടുപോകാമോ എന്ന് അവൾ ചോദിച്ചു. മാക്സ് അതിന് ഓക്കെ പറഞ്ഞു. അങ്ങനെ അന്ന് രാത്രിയിൽ അവരിരുവരും ആ പാർട്ടിക്ക് പോയി. ഡാനും അവിടെ തന്റെ പുതിയ ഗേൾഫ്രണ്ടിനൊപ്പം എത്തിയിരുന്നു. മുഖം മൂടി വെച്ചിട്ടൊക്കെയായിരുന്നു മാക്സ് അവിടെ എത്തിയത്. വളരെ ലിവ്ലിയായ ആ അറ്റ്മോസ്ഫിയറിൽ ഒന്നിച്ച് ഡാൻസ് ചെയ്യാനുള്ള അവസരം അവർക്ക് വന്നു. അവർ ഡാൻസ് ചെയ്യാൻ ആരംഭിച്ചു. അപ്പോഴാണ് സോങ് ഒരു റൊമാൻറ്റിക് സോങ്ങിലേക്ക് കടക്കുന്നത്. ഇരുവരും അതിനനുസൃതമായി ഡാൻസ് ചെയ്തു. ഇമോഷൻസ് അലക്സിന്റെ ഉള്ളിലേക്ക് ഇരച്ചെത്താൻ തുടങ്ങി. അതോടെ അവളുടെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു. അലക്സിന് വല്ലായ്മ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അവളുടെ മൂക്കിൽ നിന്ന് രക്തം കിനിഞ്ഞു. വേഗത്തിൽ മുഖം മറച്ച് അവൾ റെസ്റ്റ് റൂമിൽ പോകുന്നു എന്ന് പറഞ്ഞ് അവിടെ നിന്ന് മാറി. മാക്സ് അപ്പോൾ ഒരിടത്ത് തനിച്ചു നിൽക്കുകയായിരുന്നു. ഡാനും അവന്റെ ഗേൾഫ്രണ്ടും അവന് കമ്പനി കൊടുക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് എത്തി. പക്ഷേ അപ്പോഴാണ് അങ്ങോട്ടേക്ക് മുമ്പൊരിക്കൽ മാക്സ് ഡേറ്റിന് പോയ എറിക്കയുടെ എക്സ് ബോയ് ഫ്രണ്ട് ഗ്രെഗും അവന്റെ പയ്യന്മാരും അങ്ങോട്ടേക്ക് എത്തുന്നത്. അവിടെ മാക്സിനെ കണ്ട് അവർ ബുള്ളി ചെയ്യാൻ ആരംഭിച്ചു. ഒരു ഘട്ടത്തിൽ ബുള്ളിയിങ് കനത്തു വന്നപ്പോ അവന്റെ മുഖത്തെ മാസ്ക് അവർ ഊരിമാറ്റി. മാക്സിന്റെ കൂട്ടുകാരൻ ഡാന്റെ ഗേൾഫ്രണ്ട് ആ നിമിഷത്തിൽ അവന്റെ മുഖം വ്യക്തമായി കണ്ടിരുന്നു. പിന്നെ പറയണ്ടല്ലോ, ഡാന്റെ ഗേൾഫ്രണ്ട് ആ നിമിഷം അവിടെ മരണപ്പെട്ടു വീണു. അധികം വൈകാതെ പോലീസ് സംഘം അങ്ങോട്ടേക്ക് എത്തി. കേട്ട കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ മാക്സിനെ കസ്റ്റഡിയിലെടുത്തു. പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ വാഹനത്തിലേക്ക് മാക്സിനെ കയറ്റുമ്പോൾ സുഖമില്ലാതായ അലക്സിനെ ആശുപത്രിയിലേക്ക് മാറ്റുന്നത് മാക്സ് നോക്കിക്കണ്ടിരുന്നു. പക്ഷേ അധികം വൈകാതെ മാക്സിന് ജാമ്യം ലഭിച്ചു. ജാമ്യം കിട്ടിയ ശേഷം അലക്സിനെ കാണുവാൻ അവൻ ആശുപത്രിയിലെത്തി. അലക്സിനോട് അവിടെ വെച്ച് സംസാരിക്കുമ്പോഴാണ് മാക്സ് ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അലക്സിന്റെ അസുഖം ഒരിക്കലും സുഖപ്പെടുത്താൻ പറ്റാത്തതാണ്. എന്തായാലും അവൾ മരണത്തിന് കീഴടങ്ങുക തന്നെ ചെയ്യും. അവൾ കഴിച്ചിരുന്ന മരുന്ന് പോലും ആ തോത് കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് മാത്രമായിരുന്നു. പക്ഷേ മാക്സിനെ കണ്ട് അവനുമായി ഇടപഴകി അവനുമായി പ്രണയത്തിലേക്ക് വീണപ്പോൾ ആ ഫീലിംഗ് ഒക്കെ അനുഭവിക്കണം എന്ന് അവൾക്ക് തോന്നി. അങ്ങനെ അവൾ ആ മരുന്നുകൾ ഒഴിവാക്കി. അതാണ് അവളെ ഇപ്പോൾ ഈ അവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നത്. ഇനി അവൾക്കധികം നാളുകളില്ല. അവളുടെ ജീവിതാവസാനത്തിലേക്ക് ഏറെക്കുറെ അവൾ എത്തിച്ചേർന്നിരിക്കുന്നു. മാക്സിനോട് അവൾ തന്റെ ആഗ്രഹം പറഞ്ഞു. എനിക്ക് നിന്റെ മുഖം കാണണം, സന്തോഷത്തോടെ ഈ ലോകത്തു നിന്ന് യാത്രയാകണം. അതാണ് എന്റെ അവസാന ആഗ്രഹം. പക്ഷേ അത് കേട്ട് അത് സഹിക്കുവാൻ മാക്സിന് പറ്റുമായിരുന്നില്ല. അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. ഒരാൾ കൺമുമ്പിൽ മരണപ്പെടുന്നത് എത്ര വേദനാജനകമാണ് എന്ന് നിനക്കറിയില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു അവൻ പോന്നത്.
വീട്ടിലേക്ക് തിരികെ എത്തിയ മാക്സിന് തന്നോട് തന്നെ വലിയ ദേഷ്യം തോന്നി. അവിടെ ഇരുന്ന് ബ്രിക്ക് എടുത്ത് മുഖത്തടിച്ച് മുഖം വിരൂപമാക്കാനും മറ്റും അവൻ ശ്രമിച്ചു. പക്ഷേ കൃത്യസമയത്ത് അവന്റെ പാരന്റ്സ് എത്തി അവനെ തടഞ്ഞു നിർത്തി. അവർ അവനെ ഒരുപാട് ആശ്വസിപ്പിച്ചു. മാക്സ് വേദന കൊണ്ട് പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് അവരുടെ വീട്ടിലെ വളർത്തുനായ ആ മുറിയിലേക്ക് കടന്നു വരുന്നത്. അത് മാക്സിന്റെ മുഖം കണ്ടതും അത് മരണപ്പെട്ടു വീണു. പിന്നീട് അങ്ങോട്ടേക്ക് അലക്സിനെ കാണുവാൻ മാക്സ് പോയതേയില്ല. ഒറ്റയ്ക്ക് അവൻ മാറി നടന്നു. അവളുടെ കോളുകൾക്ക് മറുപടി കൊടുക്കുകയോ മെസ്സേജിന് റിപ്ലൈ അയക്കുകയോ ചെയ്തില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം മാക്സ് വീണ്ടും ഡാനിനെ കണ്ടു. നടന്ന കാര്യങ്ങൾക്ക് അവനോട് ക്ഷമ ചോദിച്ചു. തന്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി അവനോട് വിശദമായി പറഞ്ഞു. ആ സമയം ഡാന്റെ മറുപടി വന്നു. അവൾ രോഗിയാണെന്ന് അറിഞ്ഞിട്ടും മരണത്തോട് മല്ലിടുകയാണെന്ന് അറിഞ്ഞിട്ടും നീ എന്തിനാ അവളെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത്? പോയി അവളുടെ കൂടെ നിക്കടാ. ഒരുപക്ഷെ അവളോട് ഗുഡ് ബൈ പറയാനുള്ള നിന്റെ അവസരമാ നീ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഒക്കെ കഴിഞ്ഞാലേ നിനക്കതിന്റെ വേദന മനസ്സിലാവുകയുള്ളൂ. മാക്സ് അതിനെപ്പറ്റി ആലോചിച്ചു. ഡാൻ പറഞ്ഞതാണ് ശരി എന്ന് അവന് തോന്നി. അങ്ങനെ അവൻ വീണ്ടും അലക്സിനെ കാണുവാൻ ചെന്നു. അലക്സിന്റെ മുറി അവൻ അവന്റെ കയ്യിലുള്ള ഹാൻഡ് ക്രാഫ്റ്റഡ് വസ്തുക്കൾ ഉപയോഗിച്ച് പൂർണ്ണമായി അലങ്കരിച്ചു. അവൾ ഉറക്കിൽ നിന്നുണർന്നപ്പോൾ അവളോട് അവൻ സംസാരിച്ചു. തന്നോട് മാറി നിന്നതിന് ക്ഷമിക്കണമെന്നും അവളെ നഷ്ടപ്പെടാൻ പറ്റാത്ത ആ ഒരു മനോവേദനയിലായിരുന്നതുകൊണ്ടാണ് തനിക്ക് അത്തരത്തിലൊക്കെ ചെയ്യേണ്ടി വന്നത് എന്നും അവൻ അവളോട് ഏറ്റുപറഞ്ഞു. എത്രമേൽ വേദനയിലൂടെയാണ് അവളപ്പോ കടന്നു പോകുന്നത് എന്ന് മാക്സ് മനസ്സിലാക്കി. അവൾ ആവശ്യപ്പെട്ട പോലെ സന്തോഷത്തോടെ അവളെ ഈ ലോകത്തു നിന്ന് പറഞ്ഞയക്കാൻ മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും മാക്സ് തീരുമാനിച്ചു. തന്റെ മുഖത്തിന്റെ ബാൻഡേജ് അയച്ച് മാക്സ് തന്റെ മുഖം അവളെ കാട്ടി. പക്ഷേ കണ്ണുകൾ അടച്ചിരുന്ന അവൾ അവന്റെ മുഖം കാണുന്നതിന് മുമ്പ് അവനെ ചുംബിച്ചിരുന്നു. ഒരു അന്ത്യചുംബനം. പക്ഷേ അത്ഭുതം സംഭവിച്ചു. അവന്റെ മുഖം കണ്ടിട്ടും അവൾക്കൊന്നും തന്നെ സംഭവിച്ചില്ല. പക്ഷേ അത് അവളിൽ വലിയ സന്തോഷം തീർത്തു. അതാകട്ടെ അവളുടെ ഹൃദയത്തെ വീണ്ടും ബാധിച്ചിരുന്നു. വേഗത്തിൽ മാക്സ് ബാൻഡേജ് ഒക്കെ കെട്ടി ഡോക്ടർമാരെ വിളിച്ചുകൊണ്ട് വന്നു. ഡോക്ടർമാർ അവളെ പരിശോധിച്ചു. അധികം വൈകാതെ ഒരു സ്വാഭാവിക മരണത്തിന് അലക്സ് കീഴടങ്ങി. പക്ഷേ ഒരിക്കലും അത് മാക്സിന്റെ മുഖം കണ്ടിട്ടായിരുന്നില്ല. മാക്സ് എന്നൊരു കാര്യം തിരിച്ചറിഞ്ഞു. അൺകണ്ടീഷണലായ സ്നേഹം തന്നോടുള്ളവർ തന്റെ മുഖം കണ്ടാലും അവർ മരണപ്പെടില്ല. തന്റെ പാരന്റ്സിന് അതുകൊണ്ടാണൊന്നും സംഭവിക്കാത്തത്. അടുത്ത ദിവസം അലക്സിന്റെ ഫ്യൂണറൽ ചടങ്ങുകൾ നടന്നു. ഹൃദയം തകർന്ന് മാക്സ് അതിൽ പങ്കെടുത്തിരുന്നു. അവിടെ നിന്ന് തിരികെ വരുമ്പോൾ ഒരു എൻവലപ്പിൽ കുറച്ച് ചോക്ലേറ്റും ഒരു ലെറ്ററും എഴുതി അലക്സിന്റെ പേര് വെച്ച് അവനത് അവർ ആദ്യമായി കണ്ടുമുട്ടിയ ആ ബ്രിഡ്ജിൽ നിന്നും നേരെ താഴെ വെള്ളത്തിലേക്ക് ഇട്ടു. പിന്നീട് തന്റെ ജീവിതത്തിൽ ഇനി എന്താണ് വേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞ പോലെ മുമ്പോട്ടേക്ക് നടന്നു. അധികം വൈകാതെ വിചാരണ കോടതിയിൽ നിന്നും ഡാന്റെ ഗേൾഫ്രണ്ടിന്റെ മരണത്തിന്റെ കാരണം മാക്സ് അല്ല എന്ന മട്ടിൽ അവന് മോചനം ലഭിച്ചു. ഡാന്റെ ഗേൾഫ്രണ്ട് സ്വാഭാവികമായി മരണപ്പെടുകയായിരുന്നു എന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. മാക്സിന്റെ ജീവിതം വീണ്ടും സാധാരണഗതിയിലേക്ക് നീങ്ങി. പക്ഷേ ഇത്തവണ അവൻ തന്റെ ഈ വലിയ പ്രശ്നം നല്ലൊരു കാര്യത്തിന് ഉപയോഗിക്കാൻ തീരുമാനിച്ചു. മരണത്തിന്റെ മാലാകയാവുക. അതായത് പണ്ട് അലക്സ് പറഞ്ഞ പോലെ റോസ്മേരിയെ പോലുള്ളവർക്ക് വേണ്ടി അതുപയോഗിക്കുക. ദയാവധം ആവശ്യപ്പെടുന്ന അതിനർഹരായിട്ടുള്ളവരെ സന്തോഷത്തോടെ ഈ ലോകത്തു നിന്ന് യാത്രയാവാൻ അനുവദിക്കുക. മാക്സ് അത് പ്രവർത്തിച്ചു പോന്നു. കൂട്ടത്തിൽ എസ്തറിനെ നോവൽ എഴുതാനും അവൻ സഹായിക്കുന്നുണ്ടായിരുന്നു. അലക്സിന്റെ ഓർമ്മകളിൽ മാക്സ് ജീവിച്ചുകൊണ്ടേയിരുന്നു. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ഈ ഒരു ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.